5 സംസ്ഥാനങ്ങളെ പറ്റിയാണ് കറണ്ട് അഫയേഴ്സിൽ പറയുന്നത്. ഒന്ന് സിക്കിമാണ്. സിക്കിം എന്ന് പറയുന്നത് 2026 പേപ്പർലെസ് ജുഡീഷ്യറി ആയിട്ട് പ്രഖ്യാപിച്ച ഇന്ത്യൻ സംസ്ഥാനമാണ് സിക്കിം. പേപ്പർലെസ് ജുഡീഷ്യറി. ഓക്കെ. അടുത്തത് തെലങ്കാനയാണ്. തെലങ്കാന എന്ന് പറയുന്നത് 2026-27 ബജറ്റിൽ ഇന്ദിരാമ ഫാമിലി ലൈഫ് ഇൻഷുറൻസ് പദ്ധതി കൊണ്ടുവന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് തെലങ്കാന. ഓക്കെ. അടുത്തത് മഹാരാഷ്ട്രയാണ്. മഹാരാഷ്ട്രയുടെ പ്രത്യേകത റിപ്പബ്ലിക് ദിനം പ്രവൃത്തി ദിനമാക്കി മാറ്റാൻ അവർ തീരുമാനിച്ചു. ഓക്കെ. അടുത്തത് ഉത്തരാഖണ്ഡ്. ഉത്തരാഖണ്ഡാണ് ഏക സിവിൽ കോഡ് നിലവിൽ വന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. രണ്ടാമത് ഗുജറാത്ത്. ഓക്കെ. അപ്പോൾ ഈ 5 സംസ്ഥാനങ്ങളെ പറ്റി മനസ്സിലായി. സിക്കിം എന്ന് പറയുമ്പോൾ പേപ്പർലെസ് ജുഡീഷ്യറി, തെലങ്കാന ഇന്ദിരാമ ഫാമിലി ലൈഫ് ഇൻഷുറൻസ്, മഹാരാഷ്ട്ര റിപ്പബ്ലിക് ദിനം പ്രവൃത്തി ദിനം, ഉത്തരാഖണ്ഡ് ഏക സിവിൽ കോഡ് നിലവിൽ വന്ന ഫസ്റ്റ്, സെക്കൻഡ് ഗുജറാത്ത്. ഓക്കെ. ഇനി 2 മലയാളികളെ കുറിച്ചിട്ട്. ഒന്ന് സഫ്രീന ലത്തീഫും 2 സുഹ്റ സിറാജും. ഇവർ രണ്ടുപേരും മലയാളികളാണ്. ഇവരെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവർ എവറസ്റ്റ് കീഴടക്കിയവരാണ്. അപ്പം എവറസ്റ്റ് കീഴടക്കിയ ആദ്യ മലയാളി സഫ്രീന ലത്തീഫും മൂന്നാമത്തെ ആൾ സുഹ്റ സിറാജ്. ഓക്കെ. അടുത്തത് നമ്മുടെ 2026 നമ്മുടെ VS അച്യുതാനന്ദന് പത്മവിഭൂഷൺ ലഭിച്ചിട്ടുണ്ട്. അപ്പം അദ്ദേഹത്തിന് മരണാനന്തര ബഹുമതിയായിട്ടാണ് പത്മവിഭൂഷൺ ലഭിച്ചത്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് 2006-2011 കേട്ടോ. ഇനി വേറൊരു 2 വ്യക്തികളാണ്. ജയതിലക് പിന്നെ ബിശ്വനാഥ് സിൻഹ. ജയതിലകും വിശ്വനാഥ സിൻഹയും ജയസിംഹം എന്ന് ചിന്തിക്കാം. അതായത് കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറിമാരാണ്. 50ാമത്തത് ജയതിലക്, 51ാമത്തത് ബിശ്വനാഥ് സിൻഹ. ഓക്കെ. അടുത്തത് ബുക്കർ 2026 നേടിയ നോവലാണ് തായ്വാൻ ട്രാവലോഗ്. അത് എഴുതിയ ആൾ യാങ് ഷുവാങ് സി. ഓക്കെ. ബുക്കർ 2026 തായ്വാൻ ട്രാവലോഗ്, യാങ് ഷുവാങ് സി. ഓക്കെ. പിന്നെ അടുത്തത് ഒരു മലയാളിയെ കുറിച്ചിട്ടാണ്. അരുൺ ഗോകുൽ എന്ന് പറഞ്ഞ മലയാളി. അദ്ദേഹം ആണ് ആധാർ അതോറിറ്റിക്കായി ഭാഗ്യചിഹ്നമായ ഉദയ് എന്ന് പറഞ്ഞ ഭാഗ്യചിഹ്നം കൊണ്ടുവന്നത്. ഓക്കെ.